പാലക്കാട്, മംഗലം, തിരുവനന്തപുരം, കല്ലിശ്ശേരി മേഖലകളിലായി ആയിരക്കണക്കിന് ആളുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ പലയിടത്തും ആർക്കും എത്താൻ പോലും ആകുന്നില്ല. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ. 3 ദിവസത്തിലേറെയായി പടച്ചോൻ നമ്മളെ അങ്ങനെയൊന്നും കൈവിടത്തില്ല. അവരെ ആ മത്സ്യത്തൊഴിലാളികളോ നേവിക്കാരോ രക്ഷിച്ചിട്ടുണ്ടാവും. നീ ആ നേവിയുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയേ. മഴ തുടരുന്നതിനാൽ ജലനിരപ്പിലും കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി വൈകിയും എല്ലാ വഴിയും ഞാൻ നോക്കിക്കാം. അവർ പറയുന്നത് ചെങ്ങന്നൂരിൽ ആരെങ്കിലും വിളിക്കണമെന്നാണ്. മുട്ടറ്റം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന അവളുടെ ഫോണിൽ ചാർജ് പോലും ഇല്ല. അപ്പോഴാ കോപ്പിൽ ഓരോ നിയമങ്ങൾ പുല്ല്. അവസാനമായി അവൾ വിളിച്ചപ്പോൾ 2ാം നിലയിലും വെള്ളം കയറി തുടങ്ങിയെന്ന് പറഞ്ഞു. നിറവേറുമായി നിൽക്കുന്ന അവളെ ആര് സഹായിക്കാനാണ്? എൻ്റെ ഈ കൈവെള്ളയിൽ കൊണ്ടുവരുന്ന ഞാൻ വളർത്തിയ കുട്ടിയാണിക്ക. 2ാമത്തെ പ്രസവത്തിന് അടുത്ത ആഴ്ച വിളിച്ചു കൊണ്ടുവരായിരുന്നത്. അളിയൻ കൂടെ സ്ഥലത്തില്ല. അനുഭവിക്കലും കഷ്ടപ്പാടാണ്. കൈ കെട്ടി നോക്കി നിൽക്കുന്നു. നീ വിഷമിക്കാതെ ഈ ചായ കുടിച്ച് വെള്ളം തന്ന ശേഷം നമുക്ക് അങ്ങ് പോയി നോക്കിയേക്കാം. പടച്ചോ നമ്മളെ കാത്തേക്കും. 2 ചായ. ജനിക്കുവാണ് നമ്മുടെ കൊല്ലത്ത് ജനിക്കണം. മഴയില്ല, വെള്ളപ്പൊക്കമില്ല, ഡാം പൊട്ടില്ല. ഒന്ന് പോടാ അവിടെ നിന്ന്. ഇന്നലെ ആ ഡാമിന്റെ ഷട്ടർ പാതി തുറന്നപ്പോൾ തന്നെ ചെങ്ങന്നൂർ വരെ പോയി. ഇനി അത് ഫുള്ള് തുറന്ന കൊല്ലം മൊത്തം പോകും. എനിക്ക് പ്രാന്താണ്. കൊല്ലം മൊത്തം ഒന്നും പോവില്ല. വേണേ ചിലപ്പോൾ അടൂര് വരെ വരും. നമുക്ക് നോക്കാമല്ലോ. ഈ മഴ ഇപ്പോഴെങ്കിലും നിൽക്കും തോന്നുന്നില്ല. ചെങ്ങന്നൂർ എന്തായാലും മുങ്ങിത്താഴും. ആഞ്ഞൊന്ന് പെയ്താ ഇക്കയുടെ കട വരെ പോകും. അല്ലേക്കാ ഇക്ക, ഞങ്ങൾ വെറുതെ തമാശക്ക്. നിന്റെയൊക്കെ അമ്മയും പെങ്ങളും അവിടെ കിടക്കുന്നെങ്കിൽ നീയൊക്കെ ഇതൊക്കെ പറയോടാ നീയൊക്കെ. ഇതായിരിക്കുന്ന മനസ്സിലാക്കണ്ട. 2 ദിവസമായിട്ട് പെങ്ങൾ ഏത് കടലാന്ന് അറിയാൻ പാടിട്ടിരിക്കുക. പറ്റുവാണെങ്കിൽ ആ മനുഷ്യന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചേട്ടാ, അഴീക്കൽ എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? മീൻ വിറ്റ് ജീവിക്കുന്നവരാണ്. വള്ളവും വലയും വെറുതെ കിടന്ന് നശിച്ച് 2 മാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ട്രോളിംഗ് നിരോധനം. അന്ന് പട്ടിണിയിരുന്നപ്പോൾ ആരും ആ വഴി വന്നിട്ടില്ല. ഞങ്ങൾക്കത് ശീലമാണ്. ചേട്ടനോട് സമാധാനം പറയുന്ന നേരത്ത് ഞങ്ങൾ 2 പേരിൽ ആരെങ്കിലും അവിടെ വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ചേട്ടൻ ഈ അവസ്ഥ വരുമായിരുന്നു. ഞങ്ങൾ ന്യൂ ജനറേഷൻ. മൊബൈലും പിടിച്ച് വായത്തൊന്നത് പറഞ്ഞു നടക്കും. ചെങ്ങന്നൂരുള്ള ആയിരങ്ങളെ രക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുന്നത്. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് ചേട്ടാ. ഹലോ മോളെ, നീ എവിടെയാ? ചേട്ടൻ അവിടെ ചായ അടിച്ചിരുന്നോ? ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം.